ഞാൻ പോവാണ് വെറുതെ എക്സ്പ്രഷൻ ഇട്ട് എന്തിനാ മരിക്കണേന്ന് പൂച്ച പറയുക. ഇങ്ങതാ ചേട്ടാന്ന്. ഏ പുല്ലുമാന്തി ഇഞ്ചി തൂമ്പേ ഉള്ളു, പുല്ലുമാന്തി ഇല്ലല്ലോ. ഹലോ, എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കാവോ? ഹായ് ഹായ് പറഞ്ഞേടാ ബാസ്ക്യൂ. ഹായ്. കോട്ടുപാടാനല്ല പറഞ്ഞേ. നീയും കോട്ടുപാടല്ലടാ, എല്ലാവരും കണ്ടിട്ട് കോട്ടുപാടിടുന്നാണോ പറഞ്ഞേ. ഇതിനെക്കൂടെ ചെയ്യല്ലോടാ ബാസ്ക്യൂ. ജീവനാ ഇതിന്റെ ബലത്തിൽ ഞാൻ എത്ര നാൾ താമസിച്ചിട്ടുണ്ടല്ലേ. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഞാൻ രാവിലെ തന്നെ അടുക്കളയിൽ എത്തിയിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഇപ്പോൾ എഴുന്നേക്കാറുള്ളത്. കാരണം ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമല്ലേ നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്കുള്ളൂ. മറ്റേ നമ്മളപ്പുറത്തായിരുന്നു. ഇപ്പം ഓടിപ്പാഞ്ഞ് അവിടെ നിന്ന് ഇവിടെ വരണം, പിന്നെ അത്രയും ദൂരം തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടും പോകണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേക്കാറുള്ളത്. പിന്നെ പ്രത്യേകിച്ച് രാവിലെ ചോറൊന്നും വെക്കണ്ടല്ലോ, അത് തന്നെ ഒന്നാമത്തെ കാര്യം. ഇന്നലെ തന്നെ ചോറ് തിളപ്പിച്ച് അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു ജോലിയും കഴിഞ്ഞ് കിട്ടി. പിന്നെ കറികളെന്ന് പറയുമ്പോൾ ഇങ്ങനെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ വേറെ സ്പെഷ്യലായിട്ട് ഒത്തിരി കറിയൊന്നും വെക്കേണ്ടതില്ല. പിന്നെ കുറച്ച് മീൻ കറി ഇരിപ്പുണ്ട്, മീൻ ഫ്രൈ ഇരിപ്പുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഒരു തോരനും കൂടെ ഉണ്ടാക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ വൈകിട്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ്. ഇവിടെ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാനൊന്നും ആരുമില്ല കേട്ടോ, ആകെ ചേട്ടനെ കഴിക്കാറുള്ളൂ. പിന്നെ ഞാൻ കഴിച്ചെങ്കിലായി. ആൻസൂട്ടിന് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആൻസൂട്ടും. പിന്നെ പള്ളിപ്പെരുന്നാളിന് പോയിട്ട് വന്നപ്പോൾ അതും മലബാർ മിഠായി ഉഴുന്നാടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങി. അതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ആൻസൂട്ടനാണെങ്കിൽ വണ്ണം വെക്കണില്ല എന്ന് പറഞ്ഞ് ചേട്ടന് ഭയങ്കര, അവന് എന്താ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നും ആൻസൂട്ടന് ഒരു മുട്ടയും പുഴുങ്ങി പാലും കൊടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ സ്ഥിരം രാവിലെ ആൻസൂട്ടൻ്റെ മെനു അങ്ങ് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറേ മുട്ട നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അധികം മുട്ടയൊന്നും വാങ്ങാറില്ല. അപ്പോൾ അവന് ആകെ ഇഷ്ടം മുട്ടയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതും ഒരു ഗ്ലാസ് പാലും ഡെയിലിയും കുടിച്ചാൽ അവൻ്റെ ശരീരം ഒന്ന് പുഷ്ടിപ്പെടും എന്നൊക്കെയാണ് പറയുന്നത്. അത് എഴുന്നേറ്റിട്ടില്ല, നല്ല ഉറക്കാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. പിന്നെ ഫാസ്റ്റ് അവിടെ ഉണ്ട്, മമ്മാസ് ഇവിടെ ഉണ്ട്. ഇവരെ അഴിച്ചു വിട്ടിട്ടില്ല കേട്ടോ, അവരൊക്കെ അഴിച്ചു വിടണം. പിന്നെ എനിക്ക് ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി കുളിച്ച് കോളേജിലേക്ക് പോയാൽ മതി. വേറെ വിശേഷമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ 1 മിനിറ്റ് വീഡിയോയിൽ എന്ത് കാണിക്കണം എന്ന് ഓർത്ത് ഞാനിപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ 1 മിനിറ്റ് വീഡിയോ തന്നെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കുക്കിങ്ങും അടുക്കളയിൽ അതാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഇഷ്ടം അതൊക്കെ തന്നെയാണ്. പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച ചേട്ടൻ 10-14 വാഴ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ കൊലയൊക്കെ വെട്ടി, കുറച്ച് കൊല വെട്ടി കേട്ടോ. അപ്പം മൂത്തത് നമ്മൾ വെട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ കർഷക മാർക്കറ്റ് ഉണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അവിടെ നിന്ന് വെട്ടിക്കഴിഞ്ഞപ്പോൾ അതിൽ എല്ലാം ഞാലിപ്പൂവനാണ്. അപ്പോൾ അതിനകത്ത് പൂവൻ വാഴപ്പഴം ഉണ്ട് കേട്ടോ, ഇതുണ്ടോ. അത് കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അതിതാ പഴുത്ത് വരുന്നുണ്ട്. അപ്പം മിക്കവാറും നമുക്ക് നാളെ ഒരു പുട്ടുണ്ടാക്കേണ്ട വരും. ഞാനിവിടെ വന്നപ്പോൾ മറ്റേ കോലിന് കുത്തി തള്ളി പിന്നീന്ന് തള്ളിയിടുന്ന പുട്ടൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അതുകൊണ്ട് ആരും പിന്നിൽ നിന്നും കോലിന് കുത്തി തള്ളി താഴെ ഇടരുത്. അതുകൊണ്ട് തന്നെ പുട്ടിനെ പോലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ സാധാരണ പുട്ടിങ്ങനെ പൊടി കുഴച്ചിട്ട് മറ്റേ അപ്പച്ചപ്പിനകത്തേക്ക് വെച്ച് ഇടൽത്തട്ടില്ല അതിനകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് തേങ്ങയിലിട്ട് മിക്സ് ചെയ്ത് വെച്ചിങ്ങനെ എടുക്കാറേ ഉള്ളൂ. അതാണ് എനിക്കിഷ്ടം. പിന്നെ നമ്മുടെ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാറുണ്ട് ഇഷ്ടം. ചിരട്ടപ്പുട്ട് അങ്ങനെ 1 by 1 ആയിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ എല്ലാവരും ഒന്നിച്ച് കൊത്തിയിടുന്നത്. ചേട്ടനെ അങ്ങനെ കോലിന് കുത്തി പിന്നീന്ന് തള്ളിയിടുന്ന പുട്ട് വേണം നിർബന്ധമൊന്നും വരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് കുഴപ്പമില്ലേ. പക്ഷെ നമുക്ക് ഒരു ദിവസം ഒന്ന് പുട്ടിനെ ഒന്ന് തള്ളിയിടണം. എന്നും ഇങ്ങനെ അങ്ങ് ആയാൽ മതി, ഇടയ്ക്കൊക്കെ ഒരു കോല് കുത്തണ്ടല്ലേ. അപ്പോൾ ഒരു കാക്കയാണെങ്കിൽ പുറകിൽ വന്നിരിപ്പുണ്ട്. സത്യം പറയാൻ ഞാൻ ഈ വീട്ടിൽ വന്നത് പിന്നെ ഒരു കാക്കയെ പോലും കാണാറില്ല. എന്തെങ്കിലുമൊക്കെ ഇവിടെ കൊണ്ട് കളയുന്നൊക്കെ ഇവരെടുത്ത് തിന്നുമായിരിക്കും. പക്ഷെ മുറ്റത്തേക്കോ അങ്ങനെ വരാറില്ല. എനിക്ക് ആകെപ്പാടൊരു സങ്കടം എന്ന് പറഞ്ഞാൽ കാക്കയില്ല, കിളികളില്ല, എണ്ണാനില്ല, അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല. പിന്നെ അങ്ങനെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. റബ്ബറിൽ അങ്ങനെ വന്നങ്ങനെ ഇരിക്കാറില്ല. അല്ലാത്ത മരങ്ങളിലൊക്കെയാണുള്ള ഈ എണ്ണാനും മരം കൊത്തിയൊക്കെ ഉള്ളത്. വേറെ മരമൊന്നുമില്ല. നമ്മുടെ ഈ പറമ്പിലാണെങ്കിൽ മരമേ ഇല്ല. ആകെ 2 തെങ്ങ് നിൽപ്പുണ്ട്. പ്ലാവൊക്കെ ഉണ്ടായിരുന്നു, വെട്ടിക്കളഞ്ഞാന്ന് പറഞ്ഞ്. തെങ്ങിലേക്ക് ചാഞ്ഞ് കഴിഞ്ഞപ്പോൾ തെങ്ങ് ഇങ്ങോട്ട് ചാഞ്ഞ് പുറകിനെ. അപ്പോൾ ഇവിടുത്തെ മതിൽ പതുക്കെ ഇങ്ങനെ അവിടെ നിന്ന് ചെരിഞ്ഞു.
പുറകുവശത്ത് കെട്ടിയ മതിൽ. അപ്പം അത് പ്ലാവ് അങ്ങ് വെട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഭയങ്കര ചക്കപ്പിരാന്തിയാണല്ലോ. പിന്നെ ചേട്ടൻ്റെ അവിടെയൊക്കെ പ്ലാവ് ഉണ്ടെന്ന് പറഞ്ഞത്. തറവാടിൻ്റെ അവിടെയുള്ള വീട്ടിലൊക്കെ പ്ലാവ് ഉണ്ടെന്ന്. നമ്മൾ പിന്നെ അങ്ങോട്ടൊന്നും പോവാത്തതുകൊണ്ട് പറമ്പൊന്നും ഞാൻ കണ്ടിട്ടില്ലേ. തറവാട്ടിൽ പോയപ്പോഴാണെങ്കിൽ അവിടുത്തെ അനിയത്ത് പറഞ്ഞു അതാണ് ഇത്ര ചേട്ടൻ്റെ വീടെന്നൊക്കെ പറഞ്ഞ് പറയരുത്. പക്ഷെ നമ്മളങ്ങനെ അതിലേക്കൊന്നും നോക്കിയൊന്നുമില്ലേ. പിന്നെ അവിടെ പ്ലാവൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അല്ലാതെ നമുക്ക് ചക്ക കിട്ടാനുള്ള മാർഗ്ഗങ്ങൾ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് പിന്നെ ഇവിടെ ചേട്ടൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഇങ്ങോട്ടൊന്നും ചക്കയൊന്നും കൊണ്ടുവരാറില്ലായിരുന്നു. തന്നെ പുഴുങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം ഇതാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളാണെങ്കിൽ നമ്മൾക്ക് അറിയാമല്ലോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഫുള്ള് അറിയാം. പുതിയതായിട്ട് വന്നവർക്ക് അറിയില്ലാത്തുണ്ടായിരിക്കുള്ളൂ. ഞാൻ അത്രയ്ക്കും നമ്മൾ എന്നും മിക്കവാറും തന്നെ കുക്കിംഗ് ചെയ്യുന്ന ഒരു വിഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസമേ എനിക്കൊരു പറ്റ് പറ്റിയേ. എന്നാണെന്നറിയാമോ? അതുപോലെ ഞാൻ പയർ വളർത്താൻ വെച്ചതാണേ. പയർ അടിയിൽ പിടിച്ചു. കാരണം നമ്മൾ വേറെ ഇതിലേക്കൊക്കെ പോയത് കൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഡ്രസ്സ് മാറാനൊക്കെ പോയി. ഇത് ആവൂലോന്നൊക്കെ ഓർത്ത് അന്നത്തേക്ക് പയർ അടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാൻ ഈ ബീൻസ് വെച്ചിട്ട് ഈ ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചിട്ട് ഈച്ച കഞ്ഞിക്ക് ചുറ്റും മാറാതെ പാറി കിടന്നു എന്നുള്ള കഥ കേട്ടിട്ടില്ലേ? അതുപോലെ ഞാനിങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നമ്മുടെ പൂച്ചക്കുഞ്ഞിൻ്റെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഒരു ബോയ് ഫ്രണ്ടിന് ഒരു കണ്ടൻ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓടിച്ചിടാൻ നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പെമ്പൂച്ച ആ വഴി പോവുക. അവളും നമ്മളെ തേച്ച് 2 ദിവസത്തേക്ക് അവളെ വരക്കാത്ത പോലും വന്നിട്ടില്ല. അവൾക്ക് പുതിയ ഫ്രണ്ടിനെ കിട്ടിയതുകൊണ്ട് ഭയങ്കര കോമഡിയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ സ്റ്റൗ 2 ഇരുന്നതൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പറഞ്ഞ് സ്റ്റൗ ഒരെണ്ണം മാറ്റിയ സ്ഥലം കിട്ടുമെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇരിക്കണം നിറയെ പാത്രങ്ങൾ അടുക്കും ചിട്ടയില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. ഇത് ഞാൻ ഇവിടെ ഇരിക്കണ ഓരോ പാത്രത്തിൽ കണക്ക് എടുക്കാം. ഹാൻഡ് വാഷ് ഇത് ബാക്ക് ക്യാമറ ഇടാം. ഹാൻഡ് വാഷ് നമുക്ക് എപ്പോഴും കൈ കഴുകേണ്ട ആവശ്യം വരും. അപ്പോൾ നമ്മൾ ഈ പാത്രം കഴുകണത് എടുത്തിട്ട് കൈ കഴുകിയിട്ടുണ്ടെങ്കിൽ കൈ മുഴുവൻ പോകും. ഇത് പാത്രം കഴുകണ ലിക്വിഡാണ്. ഹാൻഡ് വാഷാണത്. എന്തുവാ പാത്രം തേക്കണ ആ സ്ക്രബ്ബറാണ്. പിന്നെ ഇത് ഹാൻഡ് വാഷ്. ഇത് എന്നാ പറയാമോ? ഇത് സിങ്ക് കഴുകാം. പിന്നെ ഓട്ടയുള്ള പാത്രങ്ങളൊക്കെ കഴുകാൻ ഞാൻ വെച്ചിരിക്കുന്നതാണ്. ഇത് ഐസ്ക്രീം ബോട്ടിൽ നിറച്ച് എനിക്ക് അപ്പം എടുക്കാനുള്ള സ്പൂണുകൾ മാത്രം വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ കുറച്ച് വലിയ തവികൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും എടുക്കുന്നതാണ്. പിന്നെ ഇത് ചേട്ടൻ്റെ അവിടെ നിന്ന് കണ്ട് കൊണ്ടുവന്നത് വെളിയിലായിരുന്നപ്പം അവിടെ നിന്ന് കൊണ്ടുവന്ന പാത്രം. ഒരു ഡിന്നർ സെറ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ്. പിന്നെ ഇത് എൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ ദിവസം താഴെ പോയതാണ്. ഇവിടുത്തെ പാത്രമായിരുന്നു കേട്ടോ, ചേട്ടൻ്റെ ആയിരുന്നു. താഴെ പോയിട്ട് ആ സൈഡങ്ങൊക്കെ വിട്ടുപോയി. എന്താ ഞാൻ അവിടെ കയറ്റി വെച്ച് ചേട്ടൻ കണ്ടോന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെ ഇത് കുറച്ച് പ്ലേറ്റൊക്കെയാണ് കേട്ടോ. ഇത് ചെറിയ പ്ലേറ്റുകൾ, വലിയ പ്ലേറ്റുകൾ. ഇത് നമ്മൾ ഇടിക്കണ ഇത് ഇവിടത്തെയാണ് കേട്ടോ. നമ്മുടെ അവിടുത്തെ ഞാൻ താഴെ വെച്ചേക്കോ, ഇതിൻ്റെ അടിയിൽ വെച്ചേക്കോ. ഇത് നമ്മുടെ ആൻസൂട്ടൻ്റെ കപ്പ്. ഇതൊരു ഗ്ലാസ് അമ്മച്ചി എപ്പോഴും എടുക്കുന്നൊരു ഗ്ലാസ്. പിന്നെ ഇത് നമ്മൾ ചായ എടുക്കുന്ന കപ്പ്. ഇതിപ്പോൾ നമ്മുടെ അവിടുത്തെ ഒരു പ്ലേറ്റായിരുന്നു ഇത്. അത് ഞാൻ എന്തോ ഈ ബീൻസ് ഇന്നലെ അരിഞ്ഞ് വെച്ചത് മൂടി വെച്ചതാണ്. ഇതിപ്പോൾ ബീൻസിലേക്ക് കടുക് പൊട്ടിച്ച പാത്രം ഞാൻ എടുത്തിട്ട് ഞാൻ കഴുകിയിട്ട് തിരിച്ച് കയറ്റിയില്ല. തിരിച്ച് കയറ്റിട്ട് ഓക്കെ. മീൻകറി. ഇതിപ്പോൾ ചായ ഇളക്കിയ സ്പൂണ്. പിന്നെ ഇത് നമ്മുടെ ബീൻസ് ഇപ്പം ഇളക്കി ഇട്ടതാണ്. അത് ചായപാത്രം. ഇത് നമ്മൾ ഇന്നലെ ചിക്കൻ കറി ഉണ്ടാക്കിയതാണ്. ഇന്നലെ നമ്മൾ വൈകുന്നേരം വന്ന വഴി ഉണ്ടാക്കിയതാണ് ചിക്കൻ കറി. പിന്നെ ഈ പാത്രം ഇത് നമ്മളിപ്പോൾ കഞ്ഞി വറക്കാനുള്ളതാണ്. നമുക്ക് കഞ്ഞി വറക്കാനുള്ള പാത്രം. ഒരു കറിയൊക്കെ എന്തെങ്കിലും കയറ്റി വെക്കാൻ വെച്ചിരിക്കുന്നത്. നമ്മൾ ചോറ് വെച്ചിരിക്കുന്നത്. ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഇരിക്കുന്നത്. ഇത്രയും സംഭവം നമുക്കിനി വേറെ എങ്ങും മാറ്റാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇവിടെ ഇരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ലിക്ക ഉപ്പിലിട്ടതാണ്. ഞാൻ ഇന്നലെ കൊണ്ടുവന്ന ഒരിതാണ് കേട്ടോ. എന്നാ പറയാമോ? പൂവമ്പഴം ചേട്ടൻ്റെ കൊല വെട്ടിയപ്പോൾ കൊണ്ടുവന്നു. ഇന്നലെ വാങ്ങിയൊരു മീറ്റ് മസാല. ഇത് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ എടുത്ത റൈസ് പൗഡറാണ്. അത് എടുത്ത് വെച്ചില്ല, എടുത്ത് വെക്കണം. ഇത് കുറേ പലഹാരങ്ങളാണ് കേട്ടോ. നമുക്ക് തിന്നാനുള്ള സമയമൊന്നും കിട്ടിയില്ലെന്നേ. നമ്മുടെ പള്ളിപ്പെരുന്നാളിനൊക്കെ വാങ്ങിയതാണ്. പിന്നെ ഇത് മോര് വെച്ചിരിക്കുന്നത്. ഇതെനിക്ക് ഇന്ന് കൊണ്ടുപോകാനുള്ള ചോറ്റുപാത്രം. പിന്നെ ഇത് ഏത്തപ്പഴം സൂട്ടിൻ്റെ ഒരു വാട്ടർ ബോട്ടിലും. പിന്നെ ഇതും ഈത്തപ്പഴം ഞാൻ ഇന്നലെ വാങ്ങിയതാണ്. ആൻസൂട്ടനെ എല്ലാം തിന്നട്ടേന്ന് ഓർത്തൊക്കെ വാങ്ങിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെയുള്ള സംഭവങ്ങൾ എല്ലാം ഇരിക്കുന്നത്.
ബാക്കിയെല്ലാം നമ്മൾ മുകളിൽ കൂടെ കയറ്റി വെച്ചിട്ട് വേറെ ഒന്നും താഴെയൊന്നുമില്ല, എല്ലാം തന്നെ മുകളിൽ. ഇനിയിപ്പോൾ ഇടിയപ്പം പാത്രം എടുക്കണം, ഇഡലിയും പോട്ടെ, ഇടിയപ്പം ചൂടാക്കാനുള്ള. അങ്ങനെ പൊടികളൊക്കെ ഇതിനകത്ത് ഇരിക്കുന്നതെന്ന് എപ്പോഴും കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. ചേട്ടൻ അവിടെ നിന്ന് കൊണ്ടുവന്ന മിക്സിയാണ് കേട്ടോ, അതിപ്പോൾ എടുക്കാറില്ല, അതിൻ്റെ ജാറാണ് ഈ ഇരിക്കുന്നത്. അപ്പം ഞാനിന്ന് ഇളക്കിയിടട്ടെ. നമ്മളിപ്പോൾ കഥ പറയാൻ പോയി, ഇതിപ്പോൾ കഴിഞ്ഞു പോയത്. ഇന്നും പയറ് കരിഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല. ഇന്നിപ്പോൾ ബീൻസും കൂടെ കരിഞ്ഞ് പോയാൽ എന്തെങ്കിലുമൊക്കെ കേൾക്കേണ്ട വന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം സുജച്ചേച്ചി ചേട്ടൻ്റെ ഒറ്റയാളെ പെങ്ങളുണ്ട്, സൗദിയിലെ നേഴ്സാണ്. അപ്പം ഒരു വാട്സപ്പിനകത്തൊരു റീൽ അയച്ചു തന്നെ. നമ്മുടെ തൊടുപുഴയുള്ള ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെന്നും പറഞ്ഞിട്ടൊരു വീഡിയോയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ ഉറവപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെയാണ്, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ, തൊടുപുഴയാണ്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്, രണ്ടും പോയിട്ടൊക്കെ ഉണ്ട്. പിന്നെ മലങ്കര ഡാം, മലങ്കര പാർക്കിൽ ആഴ്ചനെ കൊണ്ടുപോയിട്ടില്ല, നമുക്കൊരു ദിവസം പോകണം. അപ്പോൾ ഞാനിങ്ങനെ ഒത്തിരി സ്പേസുകളെ അപ്പം ഞാൻ ഓർക്കുക, നമ്മളിത്ര അടുത്ത് കിടന്നിട്ട് പോലും ഇതിൽ പല സ്ഥലത്തും നമ്മൾ പോയിട്ടില്ല. നമ്മൾ അകലെയുള്ള മുറ്റത്തെ മുന്നേക്ക് മണയില്ല എന്ന് പറയില്ലേ, സെയിം. അത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇത്രയൊക്കെ സംഭവങ്ങളത് വീഡിയോയിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു. റീൽസാ ഒരു മിനിറ്റ് 1.5 മിനിറ്റ് കണ്ടേ ഉള്ളൂ. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഇത്രയും സ്ഥലങ്ങളുണ്ടായിട്ട് നമ്മളതൊന്നും കാണാതെ നമ്മൾ ദൂരെയുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകളാണല്ലോ. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പ്ലേസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീഡിയോ എടുത്ത് ഓരോരുത്തരെ കാണിക്കുവാണെങ്കിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ സ്ഥലങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആ ഒരു റീൽസിലൂടെ അതാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് കണ്ട ഗുണം. കാരണം വേറെ നാട്ടുകാരൊക്കെ വരുവാണെങ്കിൽ, നമ്മുടെ തൊടുപുഴയൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ സ്ഥലം ഇവിടെ ഉണ്ടല്ലോ എന്നോർത്ത് അവർക്കൊക്കെ അവിടെയൊക്കെ പോകാനൊക്കെ പറ്റത്തില്ലേ. അപ്പം ഞാനും അതാട്ടോ ആദ്യം ഓർത്തത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തുവാണെങ്കിലേ വളരെ ഉപകാരമായിരിക്കും, നമുക്കും പോയി കാണാം മറ്റുള്ളവർക്ക്. അപ്പം ഞാൻ ഇതിനകത്ത് പല സ്ഥലങ്ങളൊക്കെ അടുത്തായിട്ട് പോലും ഞാൻ പോയിട്ടില്ലല്ലോ എന്നൊക്കെ ഓർത്ത്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് നമ്മുടെ തൊടുപുഴ. എന്നാൽ അധികം അങ്ങ് ടൂറിസ്റ്റുകളൊന്നും വരുന്ന സ്ഥലമൊന്നും അല്ല കേട്ടോ നമ്മുടെ അങ്ങ്. അല്ലെങ്കിൽ വാഗമണ്ണ് പോലെയോ അല്ലെങ്കിൽ മൂന്നാർ പോലെയോ അങ്ങനെയൊന്നും അധികം ടൂറിസ്റ്റുകൾ വന്നില്ലെങ്കിലും അത്യാവശ്യം എപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നു പോയിരിക്കുന്ന ഒത്തിരി ടൂറിസ്റ്റ് പ്ലേസസ്, കാണാൻ വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയുണ്ട്. അതിലൊന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയ തൊമ്മൻകുത്ത് വാട്ടർഫോൾസ്. അതൊക്കെ മഴക്കാലത്തൊക്കെ പോയ ആ വെള്ളമൊക്കെ ചാടുന്ന നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാലൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ നല്ല രസമായിരിക്കും കാണാനായിട്ട്. പിന്നെ ഇലവീഴ കുഞ്ചറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ഇല്ലിക്കൽ കല്ലുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത്, ഉറവപ്പാറ, ആനചാടിക്കുത്ത്. തൊമ്മൻകുത്ത് പോകുന്ന വഴിക്ക് തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ആനചാടിക്കുത്ത്. പണ്ട് വല്ല ആനയും ചാടിയപ്പം അങ്ങനെ വല്ല പേര് കിട്ടിയതായിരിക്കും അല്ലേ. അങ്ങനെ കുറേ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അവിടെയൊക്കെ പോകാൻ പറ്റിയാലോ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ തൊട്ടടുത്തായതുകൊണ്ടേ പോകാൻ സുഖമല്ലേ. എൻ്റെ ചോറൊന്ന് മാർക്കട്ടെ. ഞാൻ ചോറ് വാക്കുന്നത് ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ. അത്യാവശ്യം ചൂടുണ്ട്, എന്നാലും നമ്മളിപ്പോൾ സ്ഥിരം ഇങ്ങനെ പിടിച്ചേ ഒരുമാതിരി ചൂടൊന്നും ഇപ്പം അങ്ങനെ കിട്ടത്തില്ല കയ്യിൽ. നമ്മളെ മറ്റേ വീട്ടിലായിരുന്നപ്പോൾ ചോറ് വാർക്കുമ്പോൾ കഞ്ഞിവെള്ളം മാറ്റി വെക്കില്ലായിരുന്നു ഒരു ചെരുവത്തിൽ. ആ ചെരുവത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ കഞ്ഞിവെള്ളം അടിയിലേക്ക് ഒഴിക്കുന്നത്. അച്ഛൻ തന്നെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വിറകടുപ്പിലൊക്കെ നമ്മൾ ചോറ് വെക്കാറുണ്ട്. ഇതിപ്പോൾ എളുപ്പത്തിനങ്ങ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞത് വിറകടുപ്പിൽ വെച്ചാൽ ഒന്നോടെ ഒന്ന് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കും. എനിക്ക് അതാ ഇഷ്ടം കൂടുതൽ.
പക്ഷെ അന്നൊക്കെ വിറകടുപ്പിലുണ്ടാക്കുമ്പോൾ അതുണ്ടാക്കണ ബുദ്ധിമുട്ടും കൊണ്ട് ഒത്തിരി പേരെ കമൻറ്റ് എടുത്തില്ലായിരുന്നു. ഒരു റൈസ് കുക്കർ വാങ്ങുക, അതിലേക്ക് ചോറൊക്കെ വെച്ചാൽ പോരെ, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്നൊക്കെ. എന്തൊക്കെ പറഞ്ഞാലും വിറകടുപ്പിലെ ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ ഞാൻ ഒന്നാമത് പണ്ടേ ഒരു കുഴി മടിച്ചില്ല. അപ്പോൾ ഇങ്ങനൊരു ഇതുങ്ങളുടെ ഓപ്ഷനും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒന്നോടെ ഒന്ന് മടിച്ചായോ എനിക്കൊരു സംശയം. ചോറ് വെച്ച മാത്രമേ കയ്യോടെ ഞാൻ കലക്കി വെച്ചാൽ ഞാനൊരു 2 സാരി എടുത്ത് വെച്ചിട്ടുണ്ട് കൊടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അതൊരു സാരിക്ക് ബ്ലൗസാണ് ഇല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉടുക്കാതെ ഞാൻ മടി പിടിച്ച് വെച്ചേക്കുന്നതാണ്. ഞാനത് വാങ്ങിയിട്ട് ഇന്നുവരെ ഉടുക്കാത്തൊരു സാരി. നാളെ സീമാസിൻ്റെ ഓഫർ വന്നു കഴിഞ്ഞിട്ടുള്ളൂ വാങ്ങിയത്. അങ്ങനെ അതവിടെ പെർഫെക്ഷൻ ആക്കി വെച്ചു. പിന്നെ നമുക്ക് എന്താ ഇടിയപ്പം. ബീൻസ് ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇടിയപ്പം നാളെ വെച്ചെടുക്കാം. പാത്രത്തിലേക്ക് മാറ്റാണ്ട് വലിയ പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി എടുക്കാറുണ്ടല്ലേ. സ്ഥലം അത്രയും സൗകര്യം കിട്ടുമല്ലോ. ചെറിയ ചെറിയ പാത്രത്തിലേക്ക് മാറ്റാമെങ്കിൽ നമുക്ക് കൂടുതൽ സ്ഥല സൗകര്യങ്ങൾ കിട്ടും. ഇപ്പം ജസ്റ്റ് നാല് കയറ്റിയെടുത്താൽ മതി. എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. തേങ്ങ നമ്മുടെ തേങ്ങ ചേട്ടൻ്റെ കഴിഞ്ഞപ്പോൾ തേങ്ങ ഒത്തിരി ബാക്കി വന്നു. പിന്നെ ഞാനതെടുത്ത് കയറ്റി വെച്ചേ. എപ്പോഴും അന്നേരം അങ്ങനെ ഉണ്ടാക്കി കഴിക്കുക നല്ലത്. ആഹാര സാധനങ്ങൾ കളയാൻ കൊള്ളില്ലെന്നല്ലായിരുന്നു. ആഹാര സാധനങ്ങൾ കളഞ്ഞാൽ പിന്നെ അന്നത്തെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറയുമായിരുന്നു, അവരുടെ വീട്ടിൽ തേങ്ങ ചിരണ്ടുമ്പോൾ ഇങ്ങനെ ചിലവേല മറ്റത്തേക്ക് എത്തിയില്ലെങ്കിൽ അതിങ്ങനെ സ്പൂണിന് വടിച്ച് ചിരണ്ടി അവളുടെ പപ്പ എടുപ്പിക്കുന്നു. തേങ്ങയുടെ ഇപ്പോഴത്തെ വില നോക്കുമ്പോൾ ചിരട്ടേങ്ങയുടെ കറി വയ്ക്കാൻ തോന്നും. വിലയായി തേങ്ങയ്ക്ക് വെളിച്ചെണ്ണയ്ക്ക്. ചിലപ്പോൾ ഈ വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കുറയുവേ. 160 കിലോക്കൊക്കെ വന്നിട്ടുണ്ട്.
തേങ്ങയ്ക്ക് എന്നാ വിലയാ? തേങ്ങയ്ക്ക് എന്തെങ്കിലും വില കയറുന്നത്? എല്ലാവരുടെ വീട്ടിൽ കൂടെ ഞാൻ നോക്കുമ്പോൾ എല്ലാവരുടെ വീട്ടിൽ കൂടെ എവിടെയെങ്കിലും ഉണ്ട്. എന്നിട്ട് തേങ്ങയ്ക്ക് വില കയറുന്നു. ഇവിടെ ആണെങ്കിൽ തേങ്ങ തീർന്നു പോയിട്ട് തെങ്ങുണ്ട്, 2 തെങ്ങ് ഇപ്പം ഉണ്ട്. പക്ഷേ പറിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന തേങ്ങ കൊട്ടത്തേങ്ങ ആയിപ്പോയേ. ഞങ്ങൾ കൊട്ടത്തേങ്ങ എന്ന് പറഞ്ഞാൽ തേങ്ങ ചേർക്കാറ് കൊണ്ടിന് വിട്ടു പോയിട്ടോ. തേങ്ങ പൊടിക്കണതിന് മുമ്പ് ഇങ്ങനെ കുടിക്ക് നോക്കുമ്പോൾ 3 കിടന്നു കുടിക്കൂലേ, അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ എന്തോ ഉണ്ടാക്കാനായിട്ട്, ഇന്നലെ ആണോ കപ്പ പുഴുങ്ങാൻ വേണ്ടി ഞായറാഴ്ച പള്ളി കഴിഞ്ഞാണ് കപ്പ പുഴുങ്ങാൻ നോക്കിയപ്പോൾ കൊട്ടത്തേങ്ങ ചേട്ടൻ വീട്ടിലെ ചേട്ടൻ വാഴക്കുല വെട്ടാനൊക്കെ പോയായിരുന്നേ. ഇനി വാഴക്കുല വെട്ടുമ്പോൾ വീഡിയോ പിടിക്കാട്ടോ നമുക്ക് കാണിച്ചല്ലോ വാഴത്തോട്ടൊക്കെ. അപ്പോൾ ആൻസൂട്ടിനോട് പറഞ്ഞിട്ട് ആൻസൂട്ടിനൊരു തോട്ടിയിൽ, ആൻസ് തന്നെ ചെയ്ത തോട്ടിയിൽ അരുവ വെച്ച് സെല്ലോ ടേപ്പിന് ചുറ്റി അരുവ വെച്ച് ചുറ്റിയിട്ട് 3 തേങ്ങ ഇട്ട് ആൻസ് അതേ കുളത്തിട്ട് വലിക്കും. അപ്പോൾ ഇങ്ങനെ മാറി നിന്നിട്ട് ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് കുളത്തി വലിക്കുമ്പോൾ തേങ്ങ അങ്ങോട്ട് അവൻ്റെ മേത്തേക്ക് എടുത്തില്ല. ഭയങ്കര ബുദ്ധിമാനാണ്. അങ്ങനെ 3 ഇട്ടിപ്പോൾ വെച്ചിട്ടുണ്ട്. അതിൽ ഓർമ്മയിട്ടാണ് ഞാൻ കപ്പ പൊഴിഞ്ഞത്. അതിൽ പകുതി അരമുറി ഇട്ട് കപ്പ പൊഴിഞ്ഞിട്ട് അരമുറി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അരമുറി ഞാൻ ഇന്നലെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ കാണിച്ചാലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതല്ല ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ വേണം നമ്മുടെ ജീവിതത്തിന്, ഈ ലൈഫ് മുന്നോട്ട് പോകാനൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ വേണം. അതിലെന്തെങ്കിലും നിസ്സാരം ഒരു തുള്ളി ഉപ്പില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതം മാറി മറിയും. ചിന്തിച്ചിട്ടില്ലേ? അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ വീടിൻ്റെ ഒക്കെ അവിടെ ഒരു ചേച്ചി മേടിച്ചു പോയി. അപ്പം അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഒരു റിലേറ്റീവിൻ്റെ സഞ്ചയനത്തിൽ പങ്കെടുക്കാൻ പോയപ്പം വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായത്. അപ്പോൾ കൈക്കും കാലിനൊക്കെയുള്ള പരിക്കേ ഉള്ളത്, തലയിടിച്ച് ആരും അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഫിക്സൊക്കെ ഉണ്ടായി ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടാണ് മരിച്ചത്. അപ്പം നമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ നടക്കുന്നുണ്ടല്ലേ, അടുത്ത നിമിഷത്തിൽ എന്താ സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തിനു മനുഷ്യ അഹങ്കരിക്കുന്നു? നിൻ്റെ പദവി ഓർത്തും നിൻ്റെ ഈ സൗന്ദര്യം ഓർത്തും നിൻ്റെ സമ്പത്തോർത്തൊക്കെ എന്തിനു അഹങ്കരിക്കുന്നു എന്ന് അവനവനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കാൻ പറ്റും. നാളെ നമ്മളില്ലാതെയായി കഴിഞ്ഞാൽ നമ്മളെ ആരും ഓർക്കത്തില്ല. പിന്നെ എന്തെങ്കിലും സങ്കടകരമായി നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം വരുന്ന നിമിഷങ്ങളിൽ മാത്രമേ സ്വന്തം മക്കൾ പോലും ഓർക്കത്തുള്ളൂ എന്ന് പറയുന്നത്. അവർക്ക് സന്തോഷം വരുന്ന നിമിഷത്തിലൊന്നും മരിച്ചുപോയ മാതാപിതാക്കളെ ഓർത്ത് ദുഃഖിച്ചിരിക്കാറില്ല ആരും, ശരിയല്ലേ? അല്ലെങ്കിൽ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അതുകൊണ്ട് ഉള്ള നിമിഷം നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. നമ്മുടെ സന്തോഷങ്ങൾ വെറുതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടി മാറ്റിവെച്ച് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ ഇങ്ങനെ മൂടി വെച്ചാൽ എന്താണ് പ്രയോജനം? അതാണ് എനിക്കും എല്ലാവരോടും പറയാനുള്ള കാര്യം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ആരെങ്കിലൊക്കെ പുതിയതായിട്ട് കേൾക്കാനുണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്നോർത്ത് മാത്രം പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെയൊക്കെ പോകുന്നു നമ്മുടെ കാര്യങ്ങൾ. പിന്നെ അവിടെ ബാസ്കി വെളിയിലുണ്ട്. നമുക്ക് ഈ ഇടിയപ്പം ചൂടാൻ നമുക്ക് ബാസ്കറ്റ് നോക്കാൻ പറ്റും. വരാവേ ബാസ്ക്യൂസേ, അവനിറങ്ങിപ്പോയേ, പൂവനിറങ്ങിപ്പോയി. പടയ്ക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴി അറിയത്തില്ല. ഡേ ഇത് വഴി ഇപ്പഴാ കണ്ടേ. ഓട്ടം നോക്ക്. എന്നാൽ പിന്നെ അവൻ വഴി കാണിച്ചു കൊടുക്കണ്ടേ? ഈ ബൊമ്മാസിന് ഇപ്പോൾ ഒരു മൈൻഡും ഇല്ല കേട്ടോ. ബാസ്കിയോ എന്നാടിന്നോ ചീത്ത വിളിച്ചൊന്നും അല്ലല്ലോ അല്ലേ? മനസ്സിലാവൂല, അതുകൊണ്ട് ചോദിച്ചതാ. ബാസ്കിയോ ഹലോ, എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കാവോ? ഹായ് പറഞ്ഞേടാ ബാസ്കിയോ. ഹായ്. കോട്ടുപാടാനല്ല പറഞ്ഞേ. നീയും കോട്ടുപാടല്ലടാ, എല്ലാവരും കണ്ടിട്ട് കോട്ടുപാടുന്നാണോ പറഞ്ഞേ? ഇതിനെക്കൂടെ ചെയ്യല്ലോടാ ബാസ്കിയോ. ജീവനാ ഇതിൻ്റെ ബലത്തിൽ ഞാൻ എത്ര നാൾ താമസിച്ചിട്ടുണ്ടല്ലേ. ഇവനെ വീടിനകത്ത് കിടത്തുന്ന എനിക്കൊരു സെക്യൂരിറ്റി ആയിരുന്നു അല്ലേടാ. ക്യാമറ ഇഷ്ടമല്ല, മൊബൈലും ഇഷ്ടമല്ല. കയ്യും കാലും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തല്ലി പൊട്ടിച്ചാനെ. ഒക്കരോ വലിയ ഇഷ്ടമാണ് എനിക്കിവനെ. കുഞ്ഞാണോ മൊബൈൽ ഇഷ്ടമല്ലേ? കുഞ്ഞാണോന്ന്. ഞാൻ എൻ്റെ പണിയൊക്കെ തീർക്കട്ടെ കേട്ടോ. വേറെ നിൽക്കണമൊക്കെ
നീട്ടി കൊടുത്തേക്കണം ഇതിനെ മുറ്റത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടും. കുഞ്ഞി ചെറുക്കൻ നമ്മൾ വേസ്റ്റ് ഇടുന്നത് എവിടെയാണ്? ആ ഭാഗത്താണ് വേസ്റ്റൊക്കെ ഇടുന്നത്. പൂവനും പെട നിൽക്കുന്നത് കണ്ടോ? അപ്പോൾ അവിടെ നിന്നൊക്കെ ഇവരെടുത്ത് തിന്നും. പിന്നെ ഇവിടെ നമ്മുടെ വീടിൻ്റെ പുറകും വാഴയാണേ, കണ്ടില്ലേ? വീടിൻ്റെ പുറകും വാഴയായത്. ഇങ്ങനെ 64 സെൻറ്റ് സ്ഥലമായിരുന്നു മൊത്തം. അതിലിപ്പോൾ കുറച്ച് കൊടുത്തത് കൊണ്ട് ഇപ്പോൾ എത്രയായിട്ട് നമ്മൾ ചുരുങ്ങിയത്. ഉള്ള സ്ഥലത്ത് വാഴയാണ്. പിന്നെ ഇത് മുകളിലേക്ക് നോക്കിക്കേ, വവ്വാലാണ് കേട്ടോ പോണത്. അത് ഫുള്ള് വവ്വാല കണ്ടാ? നമ്മുടെ ഡ്രാക്കുളയുടെ ടീമുകളാണ്. എന്തോരമാണെന്ന് നോക്കിക്കേ. അയ്യോ ഹരിയോഹര. കുറേ എണ്ണങ്ങൾ തിരിച്ചു പോകുന്നു, കുറേ എണ്ണങ്ങൾ അവിടെ നിന്നോട് വരുന്നു. അയ്യോ കാക്കക്കൂട്ടി കല്ലിട്ടതുപോലെ വവ്വാല് ഇതെല്ലാം ഇതിലേ പോകുന്നത്. ഞാൻ ഇത്രയധികം വവ്വാലിനെ കാണുന്ന എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ നാട്ടിൽ വന്നത്. പിന്നെ ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലായിരുന്നു. ഇതുങ്ങളിങ്ങനെ ആകാശത്തോടെ പറക്കുന്നേ ഉള്ളൂ. ഇവിടെ ഒന്നും സ്റ്റേ ചെയ്യാറില്ല. ഒരു മരത്തിൽ പോലും ഇതുങ്ങൾ വന്ന് ഇരിക്കാറില്ല കേട്ടോ. എത്രമാത്രം നോക്കിക്കേ. അയ്യോ എടാ പോവാ, നീ വല്ലതും കണ്ടോടാ? മുകളിലേക്കൊന്ന് നോക്കടാ, മുകളിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. എടാ ഈ തെങ്ങ് കണ്ട കറക്റ്റ് പരപ്പുറത്തേക്കാണ് ചാഞ്ഞത്. അപ്പോൾ അതാ ഇവിടുത്തെ ഈ മതിൽ പതുക്കിയെന്ന് ചാഞ്ഞ അന്ന് വിട്ടുപോന്നു. വീടിൻ്റെ പുറകു ഭാഗമൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അല്ലേ. പുറകിലുണ്ടോ, വെളിയിലുണ്ടൊരു ടോയ്ലറ്റ്. അതിലിപ്പോൾ തട്ടുമുട്ട സാധനങ്ങളൊക്കെ കയറ്റിയിട്ടേക്കുക. ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. ചേട്ടൻ ഇങ്ങനെ ഈ കോമ്പൗണ്ടിനകത്തൊന്നും നടുന്നത് ഇഷ്ടമല്ല. പിന്നെ താനേ മുളച്ച ഒരു പേര കാണിച്ചു തരാവേ. താനേ മുളച്ച ഒരു പേരയാണ്. ഇപ്പോൾ അവിടെ ചുറ്റും കല്ലൊക്കെ പറക്കി വെച്ച ആനസൂട്ടൻ അതിനെ അങ്ങ് സംരക്ഷിച്ചു, വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ചേട്ടനൊന്നും പറഞ്ഞൊന്നുമില്ല. അപ്പം നന്നായിട്ട് പേരൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ചേട്ടൻ വന്നിട്ടോ. ചേട്ടൻ്റെ കയ്യിൽ എന്താ ഇരിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ പോവാണ്. എന്നെ വെറുതെ എക്സ്പ്രഷൻ ഇട്ട് എന്തിനാ മരിക്കണേന്ന് പൂച്ച പറയുക. ഇങ്ങതാ ചേട്ടാന്ന് ഇങ്ങ തന്നിട്ടോന്ന് പൂച്ച ചിലപ്പോൾ കയറി മാന്തിയാനെ. അപ്പം അതെ ഈ ചായ കൂടെ എടുത്ത് കഴിഞ്ഞാലേ എടുക്കാണ്ട് നമുക്ക് ചായപാത്രം എപ്പോഴും കഴുകേണ്ട വരത്തില്ല. വെള്ളമല്ല എടുക്കുന്നത്. കറക്റ്റും ചായ ഇടാറില്ല കേട്ടോ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ടൻ ചായ കുടിച്ചോണ്ടിരിക്കണോണ്ടേ. ആൺസൂട്ടനെ ഉറങ്ങുമോ, എഴുന്നേറ്റിട്ടില്ല. അവന് ചെറുതായിട്ട് ജലദോഷമുണ്ട്. കഴിഞ്ഞ ദിവസം പള്ളിപ്പെരുന്നാളിന് പോയി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചില്ലായിരുന്നു. അപ്പം കിട്ടിയ ജലദോഷ. ആ മീൻ തിന്നിട്ട് പൂച്ചതേ അടുത്ത മീൻ തരാൻ പറഞ്ഞ് ദേ വന്നേക്കുന്നു. ഓ ഇപ്പം ഞാൻ വീണാനെ. ആ പൂച്ച കാലിൻ്റെ ഇടയ്ക്കൊക്കെ വന്ന് കയറി. തോട്ടക്കാരൻ രാവിലെ തോട്ടപ്പണിയിലാണ് സുഹൃത്തുക്കളെ. തോട്ടക്കാരൻ തോട്ടപ്പണിയിൽ നിൽക്കുകയാണ്. നമ്മൾ പുതിയ ഹോസൊക്കെ വാങ്ങിട്ടോ. ചായ പിയ അവിടെ നിങ്ങോട് വീഡിയോ പിടിച്ചാലേ പറ്റത്തുള്ളൂ. അവിടെ നിങ്ങോട് വീഡിയോ പിടിച്ചാലേ ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റി അല്ല, ലൈറ്റ്. ഇതാ തോട്ടക്കാരിൽ നിന്ന് തോട്ടം നനയ്ക്കുകയാണ്. ഓസ് അങ്ങോട്ട് എത്താത്തതുകൊണ്ട് നമ്മൾ പുതിയ ഓസ് വാങ്ങിച്ച് രാവിലെ മീൻ വണ്ടി പോകുന്നുണ്ട്. നല്ല ഫ്രഷ് മീൻ, ഫ്രഷേ. ആ അതെ ചേട്ടൻ. ആ
പുല്ലുമാന്തി ഇഞ്ചി തൂമ്പേ ഉള്ളു, പുല്ലുമാന്തി ഇല്ലല്ലോ. അമ്മച്ചി കിടക്കുക. നമ്മൾ രാവിലെ നല്ല സുലോപ്പിയ മീൻ വാങ്ങിട്ടോ. നമ്മുടെ അപ്പുറത്തെ വീടെടുത്ത് തന്ന ആ ചേട്ടനായിരുന്നു. അതിനെ കണ്ടിട്ട് ഒത്തിരി വർഷങ്ങളായിരുന്നു, കുറേ നാളുകളായി. ഇന്നലെ ചോറ്റാത്രയെല്ലാം കഴുകി കമത്തി വെച്ചോണ്ട് ശരിക്കും ഉണങ്ങിയിരിക്കുന്നുണ്ട്. ആ മീൻകറിയിലാണ് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടേ അടച്ചു വെച്ചേക്കാവോ? ഈ ചോറ്റാത്രത്തിലേക്കുള്ള മൊത്തം കോരി എടുത്തിട്ട് ഫ്രിഡ്ജിനകത്തേക്ക് ഇട്ട് വെച്ചാൽ മതി. ഈ ചിക്കൻ കഷണമാക്കിയപ്പോൾ ഈ ഒരു ദശ വേറെ ഇട്ടിട്ട് ഞാനാണ് ചിക്കൻ എല്ലാം തിന്നോ തന്നെ എന്തൊരു പാടാണ് നോക്കാം. അത് ലിവറൊക്കെ ഉണ്ടായിരുന്നു, അന്നേരം എല്ലാം കൂടെ ഇട്ടത്. ചിക്കൻ ലെഗ് പീസ് എടുക്കുന്നെടുത്ത് തിന്നോട്ടോ. മറ്റേ സംഭവം എല്ലാം കൂടി ആയിട്ട് വെച്ചത്. വീഡിയോ എടുക്കുന്നില്ല, അടുത്തൊരു ക്യാമറമാന് എന്നാടാ എന്നാ എവിടെയാണോ അതൊന്നും എനിക്കറിയില്ല. പൂജാനൊക്കെ കാര്യം നോക്കണം, സമയം പോയി. നാളെ അപ്പോൾ എൻ്റെ ഇന്നത്തെ ജോലികളൊക്കെ കഴിഞ്ഞു. ഞാൻ പോവുകയാണ്. അതിൻ്റെ അപ്പോൾ ചേട്ടാ ബൈ ബൈ. ഓക്കെ ഫ്രണ്ട് ക്യാമറ ചേട്ടാ. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതുവിശേഷം പുതുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും സൈനിങ് ഓഫ് ബിന്ദു ആൻഡ് ഡാൻസ്. ബൈ.